കാര്യം ഇതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ളതേ ആഹ്, പലതരത്തിലുള്ള കണക്കുകൾ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലാണല്ലോ. ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ ഒരു കണക്ക് പറയും, ഉം. അപ്പോൾ കെ എൻ ബാലഗോപാൽ ഇവിടുന്ന് ഒരു കണക്ക് പറയും. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള കണക്കുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ വിഹിതം തന്നു എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു, വിഹിതം കിട്ടിയിട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. ഇവിടെ കേരളത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചുവടുവെപ്പായി ഞാൻ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതി ഈ കാര്യത്തിൽ സമീപിച്ചു എന്നുള്ളതാണ്. ഇനി അവിടെ ഒരു ഒരു പുകമറയ്ക്കുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം വെച്ചാൽ സുപ്രീം കോടതിയിലേക്ക് പോയിട്ട് കേരളത്തിൻ്റെ കേസ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന അർഹമായ വിഹിതം കേരളത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്ലീ. ആ സർക്കാർ ഈ സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള കേരളത്തിൻ്റെ പ്രശ്നം അതാണ്. അപ്പോൾ അവിടെ സുപ്രീം കോടതി ഓരോ കാര്യങ്ങളും ആരായും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കേസ് കൃത്യമായി പ്രസൻറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു സംസ്ഥാന സർക്കാർ ചരിത്രത്തിലാദ്യമായി ഞങ്ങൾക്ക് വേണ്ട വിഹിതം ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ദെയർ യു ഷുഡ് പ്രൊഡ്യൂസ് ഓൾ ഡോക്യുമെൻറ്റ്സ്, എല്ലാ രേഖകളും നിങ്ങളവിടെ ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായി പറയണം എന്തൊക്കെ കിട്ടി എന്തൊക്കെ കിട്ടിയില്ല എന്നുള്ളത്. ഒരു ഇടക്കാല ഉത്തരവ് പോലും സർക്കാർ അവിടെ ആ സമയത്ത് ആവശ്യപ്പെട്ടിരുന്നു. നോക്കൂ, നിങ്ങൾ ഈ നീട്ടിവെക്കാൻ പോകുമ്പോൾ ഈ ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഞങ്ങൾക്ക് സഹായം ലഭിക്കാനുള്ളൊരു അവസരം ഒരുക്കി തരണമെന്ന് പോലും കേരളം അവിടെ വാദിച്ചിരുന്നു. പക്ഷേ അത് സുപ്രീം കോടതി അനുവദിച്ചിട്ടില്ല. സുപ്രീം കോടതി വീണ്ടും ഇത് കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ കേസ് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ ഡാറ്റാസും പ്രസൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കേരള സർക്കാർ വളരെ കൺവിൻസ്ഡ് ആണ് ഈ കാര്യത്തിൽ. അവർക്ക് ഈ കാര്യങ്ങൾ നന്നായി സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയും. അല്ലാതെ സുപ്രീം കോടതിയെ പോയി തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നതൊക്കെ ഈ പറയുന്നത് ബാക്ക് ഡോറിലൂടെ തരുന്നൊരു പരിപാടിയല്ലല്ലോ. അതിനെല്ലാം കൃത്യമായ കണക്കുകളുണ്ട്, അതിനൊരു ചാനലുണ്ട്. ആ ചാനലിലൂടെ ട്രഷറിയിലേക്കാണ് ആ പൈസ വരിക, അതിനൊരു അക്കൗണ്ടിംഗ് ഉണ്ട്, അതിനൊരു ഓഡിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ രേഖകളും നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഹാജരാക്കിക്കൊണ്ട് നമ്മളുടെ കേസ് സ്ഥാപിക്കാൻ കഴിയുമെന്നൊരു സർക്കാരിന് ഉറപ്പുള്ളപ്പോൾ മാത്രമേ സുപ്രീം കോടതിയിലേക്ക് പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡ എന്നുള്ള നിലയ്ക്ക് പല കാര്യങ്ങൾ പറയാം, നിയമസഭയിൽ പറയാം, പൊതുസമ്മേളനങ്ങളിൽ പറയാം, അങ്ങനെ പല രീതികളുണ്ടെങ്കിലും സുപ്രീം കോടതിയിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ യു ഷുഡ് ഹാവ് ദാറ്റ് ഡാറ്റാസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്. അത് കൃത്യമായി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ ഒരു സർക്കാർ അങ്ങനെ പോവുള്ളൂ. അവിടെയാണ് ഞാനിതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റായിട്ട് കാണുന്നത്. അതായത് എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ബി.ജെ.പിയുടെ വക്താക്കൾ പറയും നിർമ്മലാ സീതാരാമൻ ഇത് പാർലമെൻറ്റിൽ പറഞ്ഞ് ശരിയാണ്. എൻ കെ പ്രേമേന്ദ്രൻ്റെ ചോദ്യത്തിന് പാർലമെൻറ്റിൽ നിർമ്മലാ സീതാരാമൻ മറുപടി പറയുന്നുണ്ട്. 2017-18, 2018-19, 2019-20, 2020-21, 2021-22 ഈ 5 വർഷങ്ങളിൽ GST കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ AGയുടെ സർട്ടിഫിക്കറ്റോടുകൂടി കൃത്യമായി കണക്കുകൾ നൽകിയിട്ടില്ല. നിങ്ങളത് തരൂ, നിങ്ങൾ തരുന്ന സമയത്ത് നമ്മൾ ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും എന്നൊക്കെ പാർലമെൻറ്റിൽ അവർ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഈ കണക്ക് കൊടുത്തിട്ടുണ്ട്, ആ പൈസ കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ നമുക്ക് ഈ പറയുന്ന എന്തെല്ലാം കാരണങ്ങളാൽ നമുക്ക് ഈ പൈസ കിട്ടുന്നില്ല, എവിടെയൊക്കെ കിട്ടാതിരിക്കുന്നു, എന്തുകൊണ്ട് കിട്ടാതിരിക്കുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് സുപ്രീം കോടതിയിൽ പറയേണ്ടി വരും. പാർലമെൻറ്റിൽ നിങ്ങൾ പറഞ്ഞു, നിയമസഭയിൽ നിങ്ങൾ പറഞ്ഞു, പൊതുസമ്മേളനങ്ങളിൽ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചർച്ചകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി കുറേ കണക്കുകൾ അവതരിപ്പിച്ചു, ആർക്കും ഒന്നും മനസ്സിലാകാത്തൊരു സാഹചര്യം. അപ്പോൾ ഇവിടെ ഈ കൺഫ്യൂഷനൊക്കെ നിലനിൽക്കുമ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഒരു സംസ്ഥാന സർക്കാർ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത്, അങ്ങനെയാണ് അതിനെ കാണുന്നത്, അവിടെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡ നടത്താൻ കഴിയില്ല. ഞങ്ങൾ രാഷ്ട്രീയമായി ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളാണ് കേന്ദ്രത്തിലുള്ളതുകൊണ്ട് ഞങ്ങൾക്കിങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകാൻ കഴിയില്ല. സുപ്രീം കോടതിയുടെ മുമ്പിൽ രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. സുപ്രീം കോടതിയുടെ മുമ്പിൽ കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ എന്ത് കൊടുത്തു, എന്ത് കിട്ടി, എന്ത് കിട്ടിയില്ല, എന്തുകൊണ്ട് കിട്ടിയില്ല, ഈ ചോദ്യങ്ങളാണ് സ്ഥിരീകരിക്കപ്പെടേണ്ടത്. ആ അർത്ഥത്തിൽ അതിനൊരു ക്ലാരിറ്റി ഈ പറയുന്ന സുപ്രീം കോടതിയിലെ കേസിലേക്ക് പോകുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഈ പറയുന്ന ക്ലെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണം എന്ന് പറയുന്നത് കൂടുതൽ കൺവിൻസിംഗ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. Meet the editors.